പാർലമെന്റിന്റെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇന്ന് യോഗം ചേരും. പാകിസ്ഥാനെതിരെ സ്വീകരിച്ച നടപടികളും നിലവിലെ സ്ഥിതിഗതികളും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി യോഗത്തിൽ വിശദീകരിക്കും. അതേസമയം ജമ്മു ഡിവിഷനിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇന്നു മുതൽ തുറന്ന് പ്രവർത്തിക്കാൻ അനുമതി നൽകി. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണനൊപ്പം ചേരുന്നു. ജിഷ്ണു, ശാന്തമായ അവസ്ഥയിലേക്ക് കശ്മീർ എന്ന ശുഭവാർത്ത. ഒപ്പം ഇന്ന് പെഹൽഗാമിൽ സംഭവിച്ചതെന്ത്, ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നൽകിയ മറുപടി എന്ത്, ഇക്കാര്യത്തിലൊക്കെ കൃത്യമായ വിശദീകരണം നൽകാൻ പോവുകയാണ് വിദേശകാര്യ സെക്രട്ടറി, അല്ലേ? തീർച്ചയായും കൃഷ്ണരാജ്, ഇന്ന് പാർലമെന്റിന്റെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് യോഗം ചേരുന്നത്. ശശി തരൂർ എംപിയുടെ അധ്യക്ഷതയിലുള്ള സമിതി യോഗം ചേരുമ്പോൾ അതിൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി നിലവിലെ സ്ഥിതിഗതികൾ, ഒപ്പം പഹൽഗാം ഭീകരാക്രമണം, അതേ തുടർന്ന് ഭാരതം സ്വീകരിച്ചിട്ടുള്ള നടപടികൾ, ഓപ്പറേഷൻ സിന്ദൂർ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിവിധ ലോകരാഷ്ട്രങ്ങളുമായി ഭാരതം നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, ആശയവിനിമയം, ഇത് സംബന്ധിച്ചൊരു വിശദമായിട്ടുള്ള വിശദീകരണം അല്ലെങ്കിൽ വിശദമായിട്ടുള്ളൊരു മറുപടി ഈ ഒരു യോഗത്തിൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി നൽകും. ഒപ്പം ഈ നിലവിൽ സ്വീകരിച്ചിട്ടുള്ള വെടിനിർത്തൽ ധാരണ, പാകിസ്ഥാനുമായി നയതന്ത്ര ബന്ധം പൂർണ്ണമായും ഉപേക്ഷിച്ചതിൻ്റെ വിശദാംശങ്ങൾ, കൂടാതെ പുതിയ പശ്ചാത്തലത്തിൽ ചൈന, തുർക്കി തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളുമായി ഭാരതത്തിൻ്റെ നയതന്ത്ര ഇടപെടലുകൾ ഏത് രീതിയിലാകണം തുടങ്ങിയിട്ടുള്ള വിശദാംശങ്ങളായിരിക്കും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഈ യോഗത്തിൽ നൽകുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് പാകിസ്ഥാനുമായി ഉണ്ടായിട്ടുള്ള വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭാരതം ഒരു സർവകക്ഷി സംഘത്തെ വിവിധ ലോകരാഷ്ട്രങ്ങളിലേക്ക്, വിദേശ രാഷ്ട്രങ്ങളിലേക്ക് അയക്കുകയാണ്. അതിൻ്റെ പര്യടനം ഈ മാസം 22 മുതൽ ആരംഭിക്കും. വിവിധ പാർട്ടികളിൽ നിന്നുള്ള എംപിമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഭാരതത്തിൻ്റെ നിലപാട്, ഭാരതം സ്വീകരിച്ചിട്ടുള്ള നടപടികൾ, പാകിസ്ഥാൻ എത്രത്തോളം ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നു തുടങ്ങിയിട്ടുള്ള വസ്തുതകൾ ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിൽ തുറന്നു കാട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു സർവകക്ഷി സംഘത്തെ ഭാരതം വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കുന്നത്. അതിൻ്റെ പര്യടനം ഈ മാസം 22 തുടങ്ങുകയാണ്. ആ പര്യടനം തുടങ്ങുന്നതിന് തൊട്ടു മുൻപായാണ് ഇപ്പോൾ ഈ വിദേശകാര്യത്തിനായുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി, പാർലമെന്റിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗം ചേരുന്നത്. ശശി തരൂർ എംപിയാണ് അതിൻ്റെ അധ്യക്ഷൻ. നേരത്തെ ഞാൻ ചൂണ്ടിക്കാട്ടിയതുപോലെ ഭാരതത്തിൻ്റെ നിലപാടുകൾ, കാരണം ഓപ്പറേഷൻ സിന്ദൂർ നടപ്പാക്കിയതിന് പിറകെ വിവിധ ലോകരാഷ്ട്രങ്ങളുമായി ഭാരതം നേരത്തെ തന്നെ ആശയവിനിമയം നടത്തിയിരുന്നു. പാകിസ്ഥാൻ എത്രത്തോളം ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നു, പാകിസ്ഥാന്റെ പ്രവർത്തികൾ ഈ മേഖലയിൽ, ഏഷ്യൻ മേഖലയിൽ എത്രത്തോളം പ്രതിസന്ധിയിലേക്ക് വിവിധ ലോകരാജ്യങ്ങളെ തള്ളിവിടുന്നു എന്ന് സംബന്ധിച്ച കൃത്യമായിട്ടുള്ള നിലപാട് ഭാരതത്തിനുണ്ട്. കൂടാതെ ഈ പാർലമെന്റിന്റെ വിദേശകാര്യ സമിതിക്ക് മുൻപാകെയും ഭാരതം സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ വ്യക്തമാക്കുക എന്നുള്ളത് കൂടിയാണ് വിക്രം മിശ്രി ചെയ്യുക. നേരത്തെ വളരെ കൃത്യമായി മാധ്യമങ്ങളിലൂടെ പൊതുജനങ്ങളിലേക്ക് ഭാരതം സ്വീകരിക്കുന്ന നിലപാടുകൾ സംബന്ധിച്ച്, നയതന്ത്ര തലത്തിൽ സ്വീകരിച്ചിട്ടുള്ള ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ സംബന്ധിച്ച് വിക്രം മിശ്രി വ്യക്തമായിരുന്നു. സിന്ധു നദീജല കരാർ റദ്ദാക്കിയത്, പാകിസ്ഥാൻ പൗരന്മാരെ പൂർണ്ണമായും രാജ്യത്ത് നിന്ന് പുറത്താക്കാനുള്ള തീരുമാനം, കൂടാതെ ഡൽഹിയിലെ പാക് ഹൈ കമ്മീഷനിലെ സൈനിക ഉദ്യോഗസ്ഥരെ പുറത്താക്കിയ നടപടി, കൂടാതെ ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന നടപടി എന്ന് പാകിസ്ഥാൻ അവസാനിക്കുന്നു അന്ന് മാത്രമേ ഇനി പാകിസ്ഥാനുമായി നയതന്ത്ര തലത്തിൽ, ഉഭയകക്ഷി തലത്തിൽ ചർച്ചകളും ബന്ധവും ഉണ്ടാകൂ എന്ന കടുത്ത തീരുമാനം ഭാരതം കൈക്കൊണ്ടിട്ടുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം തന്നെയായിരിക്കും ഈ പാർലമെന്റിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിൽ വിക്രം മിശ്രി വിശദീകരിക്കുക. ഏതായാലും വളരെ കൃത്യമായ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇനി എന്ന് ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നത് അവസാനിപ്പിക്കുന്നോ അന്ന് മാത്രമേ പാകിസ്ഥാനുമായി നയതന്ത്ര ബന്ധം ഉണ്ടാകൂ എന്ന നിലപാട് ഭാരതത്തിനുണ്ട്. കൂടാതെ അതിർത്തി മേഖലയിൽ പരിശോധിക്കുമ്പോൾ നിലവിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായ സ്ഥിതി ശാന്തമാണ്. പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് മറ്റു പ്രകോപനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ജമ്മു കാശ്മീരിൽ സ്ലീപ്പർ സെല്ലുകളെ ഭീകരവാദത്തിന്, അല്ലെങ്കിൽ ജമ്മു കാശ്മീരിൽ നിലവിലുള്ള ഭീകരരെ കണ്ടെത്തി നശിപ്പിക്കുന്നതിന്, അല്ലെങ്കിൽ അവരെ നിയമ നടപടി വിധേയമാക്കുന്നതിനുള്ള പരിശോധനകൾ, പ്രത്യേക ഓപ്പറേഷനുകൾ, ഓപ്പറേഷൻ കെല്ലർ, ഓപ്പറേഷൻ നഥർ തുടങ്ങിയിട്ടുള്ള വിവിധ ഓപ്പറേഷനുകൾ സൈന്യം മുൻപോട്ട് കൊണ്ടുപോവുകയാണ്. അതിനിടയിലാണ് ജമ്മു സെക്ടറിലെ എല്ലാ വിദ്യാലയങ്ങൾക്കും ഇന്നു മുതൽ തുറന്നു പ്രവർത്തിക്കാനുള്ള അനുമതി ഇപ്പോൾ സർക്കാർ നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾ നടന്നിരുന്നുവെങ്കിൽ പോലും അതിവേഗത്തിൽ അത്തരത്തിൽ വിദ്യാർത്ഥികളെ സ്കൂളുകളിലേക്ക് അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലേക്ക് എത്തിക്കേണ്ടതില്ല എന്ന തീരുമാനമായിരുന്നു കൈക്കൊണ്ടത്. ഇപ്പോൾ നിലവിൽ സ്ഥിതി ശാന്തമാണ് എന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ജമ്മു സെക്ടറിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും തുറന്നു പ്രവർത്തിക്കാനുള്ള അനുമതി നൽകിയത്. ഒപ്പം ഈ അതിർത്തി മേഖലയിലെ ഗ്രാമങ്ങളിലേക്ക്, ആ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെ തിരിച്ചെത്തി
എത്തിക്കുന്നതിനുള്ള നടപടികളും ഘട്ടം ഘട്ടമായി തുടങ്ങും എന്നാണ് മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും കൂടാതെ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയും ഉന്നത ഉദ്യോഗസ്ഥരും കൂടിയാലോചനകൾ നടത്തിയിരുന്നു. വളരെ പെട്ടെന്ന് ഒറ്റയടിയായി ഈ ഗ്രാമവാസികളെ തിരിച്ച് അതിർത്തി മേഖലയിലെ പ്രദേശങ്ങളിലേക്ക് എത്തിക്കേണ്ടതില്ല എന്നുള്ളതാണ് തീരുമാനം. മുൻകരുതൽ നടപടികൾ സ്വീകരിച്ച് ഘട്ടം ഘട്ടമായി എത്തിക്കാം എന്ന് കരുതുന്നു. ഒപ്പം പൂഞ്ചിൽ ഉൾപ്പെടെ നാശനഷ്ടം സംഭവിച്ചിട്ടുള്ള മേഖലകളിൽ കൂടുതൽ ധനസഹായവും പ്രവർത്തനങ്ങളും നടത്താനുള്ള തീരുമാനവും സർക്കാർ തലത്തിൽ കൈക്കൊണ്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ ജമ്മു കാശ്മീർ ശാന്തമാകുന്നു. അതിർത്തി മേഖലയിൽ മറ്റ് പ്രകോപനങ്ങൾക്ക് പാകിസ്ഥാൻ മുതിരുന്നില്ല. വെടിനിർത്തൽ ധാരണയ്ക്ക് സമയപരിധിയില്ല എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഭാരതത്തിന്റെ സൈന്യം വ്യക്തമാക്കിയിരുന്നു. കാരണം വലിയ വ്യാജ പ്രചരണം പല മാധ്യമങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയത് ഇന്നലത്തോടുകൂടി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ ധാരണയുടെ കാലാവധി തീയതി അവസാനിക്കും എന്നുള്ളതായിരുന്നു. പക്ഷേ അത്തരത്തിലൊരു കാലാവധി നിശ്ചയിച്ചിട്ടല്ല വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തിയിട്ടുള്ളത്. അത് തുടർന്നു പോകുന്ന ഒരു പ്രക്രിയയാണ്. നിലവിൽ ജമ്മു കാശ്മീർ ശാന്തമാണ് എന്നുള്ളത് സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കിയിരുന്നു. അതിനിടയിലാണ് ഇന്ന് പാർലമെന്റിന്റെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗം ചേരുന്നത്. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഭാരതത്തിന്റെ നിലപാടുകൾ, പ്രത്യേകിച്ച് നയതന്ത്ര തലത്തിൽ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ ഇവയെല്ലാം വിശദീകരിക്കും. കൃഷ്ണരാജ്. പാർലമെന്റിന്റെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇന്ന് യോഗം ചേരും. പാകിസ്ഥാനെതിരെ സ്വീകരിച്ച നടപടികൾ, ഒപ്പം നിലവിലെ സ്ഥിതിഗതികളൊക്കെ വിക്രം മിശ്രി വിദേശകാര്യ സെക്രട്ടറി യോഗത്തിൽ വിശദീകരിക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ.